കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 20 വ്യാഴം. ചോദ്യം 1. 2026 COSPAR വിക്രം സാരാഭായി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം പ്രൊഫസർ അന്നപൂർണി സുബ്രഹ്മണ്യം. ചോദ്യം 2. 2026 COSPAR വിക്രം സാരാഭായി മെഡൽ ഏത് രംഗത്തെ സംഭാവനക്കാണ് നൽകുന്നത്? ഉത്തരം വികസ്വര രാജ്യങ്ങളിലെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മികച്ച സംഭാവനകൾക്ക്. ഇന്റർനാഷണൽ സയൻസ് കൗൺസിലിന് കീഴിലുള്ള കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് COSPAR, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നിവർ സംയുക്തമായാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1990 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ചോദ്യം 3. 2026 രണ്ടാം ബ്രിക്സ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നതെവിടെ? ഉത്തരം ജയ്പൂർ, രാജസ്ഥാൻ. തീം ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നൊവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് ബ്രിക്സ് ചെയർഷിപ്പ് കീഴിൽ കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിച്ചത്. 2026 മെയ് 25 ഓൺലൈൻ വെർച്വൽ വഴിയാണ് ഒന്നാം വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത്. ചോദ്യം 4. GI ടാഗ് ലഭിച്ച സുഗന്ധ നെല്ലിനമായ മുഷ്ക് ബുജി ഏത് പ്രദേശത്തേതാണ്? ഉത്തരം കശ്മീർ. മുസ്ക് ബുർജി ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച ജമ്മു കശ്മീരിലെ, പ്രത്യേകിച്ച് അനന്ത്നാഗ് ജില്ലയിലെ അപൂർവവും സുഗന്ധപൂരിതവുമായ ഒരു പരമ്പരാഗത നെല്ലിനമാണ്. ഉയർന്ന സുഗന്ധവും മികച്ച രുചിയുമാണ് ഇതിന്റെ പ്രധാന സവിശേഷത. പ്രത്യേക ചടങ്ങുകളിലും ആഘോഷങ്ങളിലുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2023 ഈ നെല്ലിനത്തിന് ഔദ്യോഗികമായി GI ടാഗ് ലഭിച്ചത്. ചോദ്യം 5. യശോദ AI സംരംഭം ആരംഭിച്ച സ്ഥാപനം ഏത്? ഉത്തരം ദേശീയ വനിതാ കമ്മീഷൻ NCW. ചോദ്യം 6. മുഖ്യമന്ത്രി സെഹത് യോജന ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. ചോദ്യം 7. ആധുനിക ത്രിപുരയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മഹാരാജ ബീർ ബിക്രം കിഷോർ മണിക്യ ബഹാദൂർ. ത്രിപുരയിലെ തിപ്ര രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അഗർത്തല വിമാനത്താവളം ആസൂത്രണം ചെയ്തതും നിർമ്മിച്ചതും ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. അതിനാൽ ഈ വിമാനത്താവളം മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ത്രിപുരയുടെ നഗരാസൂത്രണം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലകളിൽ നൽകിയ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് ഇദ്ദേഹത്തെ ആധുനിക ത്രിപുരയുടെ ശില്പി എന്ന് വിളിക്കുന്നത്. ചോദ്യം 8. ശ്രീജൻ ഡിഫൻസ് പോർട്ടലിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക. 2020 ഓഗസ്റ്റിൽ പ്രതിരോധ മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ പോർട്ടൽ ആരംഭിച്ചത്. ചോദ്യം 9. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ക്വാണ്ടം പ്രോസസ്സിംഗ് യൂണിറ്റ് QPU ഫാബ്രിക്കേഷൻ ഫാസിലിറ്റി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ബംഗളൂരു, കർണാടക. ചോദ്യം 9. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ ക്വാണ്ടം പ്രോസസ്സിംഗ് യൂണിറ്റ് QPU ഫാബ്രിക്കേഷൻ ഫാസിലിറ്റി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ബംഗളൂരു, കർണാടക. ചോദ്യം 10. ഇംപേഷ്യൻസ് നിംസ്പുർ ജയ എന്ന പുതിയ ഹിമാലയൻ പുഷ്പസസ്യം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഉത്തരം നേപ്പാൾ. നേപ്പാളിലെ മ്യാഗ്ദി ജില്ലയിലാണ് ഈ സസ്യം കണ്ടെത്തിയത്. പ്രശസ്ത നേപ്പാളി പർവ്വതാരോഹകനായ നിർമ്മൽ പുർജയുടെ ബഹുമാനാർത്ഥമാണ് ഈ ചെടിക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. ചോദ്യം 11. 2026 ഏഷ്യൻ ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഓപ്പൺ ബ്ലിറ്റ്സ് കിരീടം നേടിയത് ആര്? ഉത്തരം വിഘ്നേഷ് വെർമുല. പെൺകുട്ടികളുടെ വിഭാഗം ഗേൾസ് ബ്ലിറ്റ്സ് ഇന്ത്യയുടെ തന്നെ ശരണ്യദേവി വിജയിയായി. ചോദ്യം 12. UNCCDയുടെ 17ാമത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് COP17 നടന്നതെവിടെ? ഉത്തരം ഉലാൻബാത്തർ, മംഗോളിയ. തീം റിസ്റ്റോറിംഗ് ലാൻഡ്, റിസ്റ്റോറിംഗ് ഹോപ്പ്, ഭൂമി പുനഃസ്ഥാപിക്കൽ, പ്രതീക്ഷ പുനഃസ്ഥാപിക്കൽ. ചോദ്യം 13. COP17 വേദിയിൽ ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ ഗൈഡ് ടു ഗ്രാസ്ലാൻഡ്സ് ആൻഡ് അതർ ഓപ്പൺ നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്?
ഉത്തരം ഇന്ത്യയിലെ പുൽമേടുകളും മറ്റ് തുറന്ന പ്രകൃതി പരിസ്ഥിതി വ്യവസ്ഥകളും തിരിച്ചറിയുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള മാർഗദർശിക. ചോദ്യം 14. വിശാഖപട്ടണത്തെ പുതിയ സബ്മറീൻ റെസ്ക്യൂ ടെസ്റ്റ് പ്ലിന്ത് ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം വൈസ് അഡ്മിറൽ സഞ്ജയ് ബല്ല. ചോദ്യം 15. NTA പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങളിൽ ശുപാർശകൾ നൽകിയ പ്രധാന സമിതികളിൽ ഒന്ന് ഏത്? ഉത്തരം രാധാകൃഷ്ണൻ കമ്മിറ്റി. അധ്യക്ഷൻ ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. താങ്ക് യു ഫോർ വാച്ചിങ്.